സേവനത്തിന്റെ 11 വർഷം പൂർത്തീകരിച്ച് ഭാരത് ലഗ്ന മൾട്ടി സ്റ്റാർ ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റീജിയണൽ ഓഫീസ് കോഴിക്കോട്ട് പ്രവർത്തനം ആരംഭിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ മേഖലയിൽ സേവനത്തിന്റെ 12ാം പിറന്നാൾ ആഘോഷങ്ങൾ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള റീജിയണൽ ഓഫീസിന്റെ ഉദ്ഘാടനത്തോടെയായിരുന്നു. ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അരിയടത്തുപാലം CD ടവറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പേർക്ക് ജീവിതത്തിന് പ്രയോജനം ലഭിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും പറഞ്ഞു. ഇതൊരു വലിയൊരു വളക്കൂറുള്ള മണ്ണാണ് കോഴിക്കോട്. അതിന് കസ്റ്റമർ സർവീസ് എത്ര കണ്ട് നിങ്ങൾ കൊടുക്കുന്നു അത്ര കണ്ട് നിങ്ങൾ വളർച്ച 1, 2, 3 ലെവലിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് തരുന്നതാണ്. എല്ലാ വിദ്യാഭ്യാസങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഭാരതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ R. പ്രേംകുമാർ വിശദാംശങ്ങൾ നൽകി. 2006 ചെന്നൈയിൽ പ്രവർത്തനം ആരംഭിച്ച BLM ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിരവധി പ്രോജക്റ്റുകൾ നടത്തിവരുന്നു. കേരളത്തിൽ 2006 തന്നെ കോഴിക്കോട്, മഞ്ചേരി, ചുങ്കത്തറ, സുൽത്താൻ ബത്തേരി, മാഹി എന്നിവിടങ്ങളിലായി ബ്രാഞ്ചുകളുണ്ട്. 8600 മെമ്പർമാരാണ് നിലവിൽ സൊസൈറ്റിയിലുള്ളത്. വീട് ലഭിക്കുന്നതിന്റെ ആദ്യഘട്ടമെന്ന് പറയുന്നത് 1000 രൂപ നൽകി സൊസൈറ്റിയിൽ മെമ്പറാവുക എന്നതാണ്. എല്ലാവർക്കും വീട് എന്നതാണ് സൊസൈറ്റിയുടെ ലക്ഷ്യമെന്നും പ്രേംകുമാർ പറയുന്നു. ഇതിൽ വീടുകൾ നമുക്ക് മെമ്പേഴ്സിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായി. അവർക്ക് കുറഞ്ഞ പലിശയിൽ ലോണും 60% ലോണ് നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് കൊടുത്ത് വീട്ടിനുള്ളിൽ കയറിയ ശേഷം അവർ മാസം തുക അടച്ചാൽ മതി എന്നുള്ള ഒരു കണ്ടീഷനാണ്. പിന്നെ BLMൻ്റെ ഒരു സ്വപ്നമാണ് 2018 ഒരു 560 വീടുകൾ നമുക്ക് പാവങ്ങൾക്ക് വേണ്ടി വെറുതെ സൊസൈറ്റി ത്രൂ വരുന്ന ലാഭത്തിൽ നിന്ന് ഒരു ഭാഗത്തിൽ അവർക്ക് കെട്ടിക്കൊടുക്കാൻ വേണ്ടി സ്ഥലങ്ങളും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നു. ചടങ്ങിൽ കേരള കോർഡിനേറ്റർ സിബി VK, വിജിലൻസ് ആൻഡ് ക്രൈം സൂപ്രണ്ട് സുനിൽകുമാർ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി PA ഹംസ, DCC പ്രസിഡന്റ് KC അബു, BLM സൊസൈറ്റി പ്രസിഡന്റ് മനോഹർ, വേദവ്യാസൻ, ഫിറോസ്, രാജേഷ് ചുങ്കത്തറ, കവിത അനീഷ്, വേലായുധൻ, ഗുരു വാസുദേവൻ, ജോസഫ്, നിതീഷ്, വിനീത തുടങ്ങിയവർ സംബന്ധിച്ചു.